ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ചക്ക വിളയിച്ചതുണ്ടാക്കാം. നമ്മൾ ഈ അവലൊക്കെ വിളയിക്കില്ലേ എന്ന് പറഞ്ഞു കണക്ക്. അതിനാവശ്യമായ ചേരുവകൾ: ചക്കപ്പഴം, ശർക്കര പാനിയാക്കിയത്, തേങ്ങ, ജീരകവും നല്ല ജീരകവും ഏലക്കയും പൊടിച്ചത്. ഈ ചക്ക വരിക്കച്ചക്ക തന്നെ വേണേ, കുഴച്ചക്കയാണെ പറ്റത്തില്ല. നമുക്കിനി ഞാൻ ചക്ക എന്നായിരിക്കും. ഒരു ചീനിച്ചട്ടി അടുപ്പേ വെക്കണേ. അപ്പോൾ അതൊന്ന് നല്ലവണ്ണം ചൂടാവണം. ചൂടായ ശേഷം അതിനകത്തിട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്ക്കകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച് ചക്ക ഇട്ട് കൊടുക്കാം. അതവിടെ കിടന്നത് നല്ലപോലെ ഒന്ന് വഴന്ന് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഒരുമാതിരി വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിക്കകത്ത് കിടന്ന് ഒന്ന് വറ്റി വരട്ടെ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ചക്ക വിളയിച്ചതുണ്ടല്ലോ, ഇത് മറ്റേ അരിയുടെയോ അല്ലെ ഗോതമ്പിൻ്റെ ഇലയുടെ ഇല്ലേ, അതിൻ്റെ നടുക്ക് ഫില്ല് ചെയ്യാൻ നല്ല കേട്ടോ. വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാണ്ട് ചുമ്മാ കോരി തിന്നാനും നല്ലതാണ്. നമുക്കിതൊന്ന് നല്ലവണ്ണം വറ്റി വരട്ടെ. നമുക്ക് ഒരുമാതിരി വറ്റിയ ഇതിൻ്റെ അകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി ദിവസമൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കൂടി വന്നാൽ ഒരാഴ്ച. എനിക്ക് ഈ നമ്മുടെ വീട്ടിൽ ചക്കയൊന്നും ഇല്ല, പക്ഷെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ ഉണ്ടാക്കണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെയൊക്കെ ചക്ക വെച്ച് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം. ഇത് വെന്ത് ചൂടാറി കഴിയുമ്പോണ്ടല്ലോ, ചെറിയൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് കോരി തിന്നണം. എന്നാ ടേസ്റ്റാണെന്നറിയാതെ. ഇതൊന്ന് പറ്റി വരട്ടെ. ഇതിനധികം ഒത്തിരി ഒന്നും വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട. വരിക്കച്ചക്കയല്ലേ, വെന്ത് കുഴഞ്ഞ ഒരു ഇത് കാണത്തില്ല. ഇങ്ങനെ ഇരിക്കണം. ഇതൊന്ന് പറ്റി വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. എന്നിട്ട് അത് റെഡിയാവും. ഇതൊന്ന് പറ്റി വരട്ടെ. റെഡി ആയിട്ടുണ്ടേ. നമുക്കിന്നൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചക്ക വിളയിച്ചത് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.